പുതുതലമുറ ലഹരികളൊക്കെ ഈ എല്ലാ കാലത്തും ലഹരികള് അത് ഒരു തവണ കൺസ്യൂം ചെയ്ത ആള് അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആളുകളെ പറഞ്ഞിട്ടാണ് കൂടുതൽ ആകർഷിക്കുകയും കൂടുതൽ ആൾക്കാർ അതിലേക്ക് പെട്ടുപോവുകയും ചെയ്യുന്നത്. പുതുതലമുറ ലഹരികൾ പ്രത്യേകിച്ച് പാർട്ടി ഡ്രഗുകളൊക്കെ ആയിട്ടാണ് പലരും തുടങ്ങുന്നത്. എന്തെങ്കിലും ഒരു ഫങ്ഷൻ അതിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷവും നിർവൃതിയും കിട്ടുമെന്നുള്ളൊരു ഫീലാണ് ഉണ്ടാവും. പക്ഷേ ഉണ്ടാകും. കാരണം ഈ ലഹരികൾ തലച്ചോറിൽ പ്രവർത്തിക്കാൻ, തലച്ചോറിൻ്റെ രാസപ്രവർത്തനങ്ങൾ അളവിൽ വ്യത്യാസം വരുത്തുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് താൽക്കാലികമായിട്ടുള്ള സന്തോഷവും സുഖമൊക്കെ ഉണ്ടാകും. പക്ഷെ അത് മൊത്തത്തിലുള്ള അയാളുടെ മാനസിക നില തെറ്റിക്കുകയും അയാളെ മാനസിക രോഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വസ്തുത ആരും തിരിച്ചറിയണില്ല. കാരണം രോഗിയാവുമ്പോഴത്തേക്ക് തൻ്റെ മാനസിക നില തെറ്റി എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ് അയാൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഫിസിക്കൽ കോൺസിക്വൻസ് കുറവാണ്. ലോങ് ടേം ഇഫക്റ്റിൽ ഇപ്പം MDMA ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവരുടെ എല്ലിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു പോകും, പല്ല് അതുപോലെ തന്നെ പൊടിഞ്ഞു പോകും, അതുപോലെ തന്നെ അവരുടെ പെരിഫറൽ നെർവ്സിനൊക്കെ ശക്തി കുറഞ്ഞ്, ഞരമ്പുകളിലൊക്കെ ശക്തി കുറഞ്ഞു പോകും. പിന്നെ അവരെ ദീർഘകാലമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കിഡ്നി പ്രവർത്തനങ്ങളൊക്കെ തകരാറിലാകും, ലിവറിന് ഡാമേജ് വരും, ജോയിൻസിനൊക്കെ പ്രശ്നം വരും, സ്കിന്നിൽ ലീഷൻസ് വരും. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. MDMA ഒരു സ്റ്റിമുലൻ്റ് ആണ്. അത് ആദ്യകാലങ്ങളിൽ അത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് കഠിനമായിട്ടുള്ള ഉത്തേജനം കിട്ടുകയും വളരെയധികം സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പക്ഷേ അത് അഡിക്റ്റീവ് പൊട്ടൻഷ്യൽ കൂടിയ ഒരു ലഹരി ആയതുകൊണ്ട് 1-2 തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ അവർ കൂടുതൽ ഡോസിൽ ഈ സാധനം ഉപയോഗിക്കേണ്ട ഒരു പ്രവണത വരും. അപ്പോൾ ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ജോലിക്ക് പോകാനോ പണം സമ്പാദിക്കാനോ കഴിയാത്തത് കൊണ്ട് പിന്നെ അവർക്ക് ലഹരി കിട്ടാതെ വരും. പിന്നെ ഇത് ഒരു ലെവല് കഴിഞ്ഞാൽ പിന്നെ എത്ര ഉപയോഗിച്ചാലും അവർക്ക് പ്ലഷർ ഫീൽ ചെയ്യാതാവും. അതിൽ നിന്ന് പിന്നെ ഡിപ്രഷൻ ഡെവലപ്പാകും. ആ ഡിപ്രഷനിലാണ് പല ആൾക്കാരും ആത്മഹത്യ ചിന്തയിലോട്ട് പോകുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ സൈക്കോസിസ് എന്ന് പറയുന്ന അസുഖത്തിലും ഈ ശത്രുക്കളാണ്, ഞാൻ പറഞ്ഞൊന്നും ആരും വിശ്വസിക്കണില്ല, അതുകൊണ്ട് ഇനി ശത്രുക്കളുടെ ഇടയ്ക്ക് എന്നെ മനസ്സിലാക്കാത്ത വീട്ടുകാരുടെ ഇടയ്ക്ക് ഇനി ജീവിക്കേണ്ട എന്നുള്ള രീതിയിൽ ആത്മഹത്യ ചിന്ത വരും. പിന്നെ ചില ആൾക്കാർക്ക് കമാൻഡ് ഹാലൂസിനേഷൻ എന്ന് പറയും. അവർ ചെവിയിൽ നീ പോയി ചാവടാ, അങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്യടാ എന്നൊക്കെ പറയുന്നത് അവർ കേൾക്കും. അങ്ങനെയുള്ളൊരു ആത്മഹത്യയിലോട്ട് പോകും. കെമിക്കൽ ഡ്രഗ്സിന് ഏറ്റവും ആദ്യം വരുന്നത് മെൻ്റൽ ഇൽനെസ്സാണ്, മാനസികമായിട്ടുള്ള നില തെറ്റിപ്പോണതാണ്. അതിൽ അങ്ങനത്തെ കുറേ ആൾക്കാർ, പിന്നെ അതിൽ ഡിപ്രഷൻ വന്നിട്ട് സൂയിസൈഡ് ചെയ്ത് പോകുന്ന ആൾക്കാർ കുറേയൊക്കെ. ഇന്നും നമുക്ക് ഈ കുടുംബാംഗങ്ങൾ അവനവൻ്റെ സന്താനങ്ങളെക്കുറിച്ച് ബോധർ ചെയ്തേക്കുന്നതുകൊണ്ട് ഈ ലെവൽ തെറ്റിക്കഴിയുമ്പോഴത്തേക്ക് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഡിയഡിഷൻ ട്രീറ്റ്മെൻറ്റ് എടുത്ത് റിക്കവറാക്കി കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റി ആയിരുന്നെങ്കിൽ ഈ ആളുകൾ പലരും ലെവൽ തെറ്റി റോഡിലൂടെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയും പൊതുസ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുകയും ചെയ്തേനെ. ഇപ്പോഴത്തെ ഈ ലഹരിയുടെ ദുരുപയോഗവും അതിൻ്റെ ലഭ്യതയും ഈ കടത്തും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇങ്ങനെ തുടർന്നങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാനസിക രോഗികളുടെ എണ്ണം, ലഹരി കൊണ്ടുണ്ടായതാണെങ്കിൽ പോലും മാനസിക രോഗികളുടെ എണ്ണം വളരെയധികം കൂടിപ്പോകും. നാൾക്ക് നാൾ നമ്മൾ കേൾക്കുന്ന കുറേ സംഭവങ്ങൾ നമ്മളെ സംബന്ധിച്ച് അത് ഭയങ്കരമായിട്ടുള്ള സഹതാപം തോന്നുന്ന കഥകളാണെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ ലഹരി ഉണ്ടാവും. അപ്പം കുട്ടിയെ കൊല്ലുന്ന ആൾക്കാർ, അപ്പം വല്യപ്പനും കഴുത്തറുത്ത് കൊന്ന ആൾക്കാർ, പിന്നെ ഭാര്യയെ കൊല്ലുന്ന ആൾക്കാർ, അതുപോലെ തന്നെ അമ്മയെ. ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് അറിഞ്ഞൊരു കഥയല്ല, ഒരു സംഭവം. നമ്മുടെ താമരശ്ശേരിയിൽ ഒരു 24 വയസ്സുകാരൻ ബ്രെയിൻ ട്യൂമർ വന്നിട്ട് സർജറി കഴിഞ്ഞ് സഹോദരിയുടെ വീട്ടിൽ റെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അമ്മയെ വെട്ടിക്കൊന്നു. ശരിക്കും ആ കുട്ടി അവനെ അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്. അമ്മ ഒറ്റയ്ക്കാണ് ആ കുട്ടിയെ നോക്കി വളർത്തിയിരുന്നത്. സാമ്പത്തികമായിട്ട് ഒരു പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ് കേട്ടോ. കുറച്ച് നാളും കൂടി നിർത്തി ചികിത്സിക്കാനായിട്ട് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ടാണ് അഡ്മിറ്റായി ഒരു 25 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ അവനെ ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കി കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് അവർ ബാംഗ്ലൂർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ച് കാലം നിർത്തി ചികിത്സിച്ചിരുന്നു. പക്ഷേ എന്നാലും അവൻ്റെ ഒരു അടിസ്ഥാന പ്രകൃതം, ഒരു നിഷേധ മനോഭാവവും ആളുകളോടൊരു സഹകരണക്കുറവും ഒരു സ്വാർത്ഥതയും കുറച്ച് അഹങ്കാരവും എടുത്തുചാട്ടമൊക്കെ ഉള്ള ഒരു പ്രത്യേക
പ്രകൃതവും അതിൻ്റെ മുകളിലേക്ക് ലഹരി ചെന്നിട്ട് അതിൽ നിന്നുണ്ടായ രോഗവും കൂടി ചേർന്നിട്ടായിരിക്കാം ഇങ്ങനത്തേക്കുള്ള ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ ചെയ്യാനായിട്ട് അവനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. ഇവിടെ എത്തുമ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് അവന് സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. വരുമ്പോഴത്തേക്ക് അവനൊരു സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. ഉറക്കം കുറവുണ്ടായിരുന്നു, സംശയങ്ങളുണ്ടായിരുന്നു, ദേഷ്യം ഉണ്ടായിരുന്നു, പിന്നെ അക്രമവാസന ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഉപയോഗിച്ചിരുന്നത് MDMA, കഞ്ചാവ്, അങ്ങനത്തെ ലഹരി വസ്തുക്കളായിരുന്നു കേട്ടോ. അത് അപ്പം അത് ഒരു അവൻ അങ്ങനെ ബേസിക്കലി അവന് രോഗം ഒരുവിധമൊക്കെ നിയന്ത്രണത്തിലായെങ്കിലും അവൻ്റെ പ്രകൃതം കാരണം അവൻ ട്രീറ്റ്മെൻറ്റിനോട് സഹകരണം വളരെ കുറവായിരുന്നു. ബേസിക് ആയിട്ടുള്ള അവൻ്റെ ഒരു പ്രകൃതവും പിന്നെ അതിൻ്റെ മുകളിലേക്ക് അവന് വന്ന അസുഖവും കൂടി ചേർന്നിട്ടായിരിക്കും അവനങ്ങനെ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. ഇതിപ്പോൾ ഞാൻ ഒരു ഇൻസിഡൻ്റ് അല്ലല്ലോ. ഈ കൊലപാതക കേസുകളും അല്ലെങ്കിൽ സെൻസിറ്റീവായിട്ടുള്ള ഓരോ കേസുകളും നമ്മൾ ആ സമയത്ത് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിൽ ലഹരി ഉണ്ടെന്ന് മനസ്സിലാക്കും അല്ലേ. മദ്യത്തിൻ്റെ ലഹരിയിലാണ്, കഞ്ചാവിൻ്റെ ലഹരിയിലാണ്, MDMA ഉപയോഗിച്ചിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുമെങ്കിലും ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് 1 മാസം 2 മാസം കഴിഞ്ഞ് അടുത്ത ഇൻസിഡൻറ്റ് വരുമ്പോഴത്തേക്കാണ് പിന്നെയും നമ്മൾ ലഹരിയെക്കുറിച്ച് ചിന്തിക്കണുള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും ഈ ലഹരി ഈ രീതിയിൽ നമ്മുടെ നാട്ടിൽ വ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരാൾക്കും സമാധാനത്തിൽ കടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഈ നാട്ടിലുണ്ടാകും.